ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ഇടവമാസം 4-ാം തീയതി, അതായത് 2017 മെയ് 18-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം അവിട്ടമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒപ്പം ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവ് നമുക്ക് പകർന്നു തരുവാനായി പ്രമുഖനായ ജ്യോതിഷ പണ്ഡിതൻ, അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീമാൻ ശർമാജി, ചെന്നൈയിൽ നിന്നും സജീവൻ എഴുതുന്നു. ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിസിനസ് നഷ്ടത്തിലാണ്. കടവും മറ്റുമായി വലിയ മാനസിക പ്രയാസത്തിലാണ്. 10 വർഷമായി ഈ രംഗത്ത്. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്താണ് ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണം? താങ്കളുടെ വിശദമായ പരിഹാര നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. നക്ഷത്രം ഗ്രഹനില ചേർക്കുന്നു. രോഹിണി നക്ഷത്രമാണ് സജീവൻ്റെ. കാർത്തികയുടെ ഒടുവിൽ 45 നാഴികയും രോഹിണിയും മകയിരത്തര എന്ന് പറഞ്ഞാൽ മകയിരം ആദ്യത്തെ 30 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്നതാണ് ഇടവരാശി. ഈ രാശിക്കാർക്ക് 2.5 വർഷം കണ്ടകശനി, 7-ാം ഭാവത്തിൽ ശനിയും 2017 ജനുവരി 26 മുതൽ അഷ്ടമശനിയായിട്ട് കണ്ടകശനി രൂപപരിണാമം ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2.5 വർഷം മേലോട്ടായി. ഏതാണ്ട് ഒരു 5 വർഷത്തേക്കിന് പൊതുവേ ശരാശരി കണ്ടകശനിയും അഷ്ടമശനിയും കൂടി നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർക്ക് തൊഴിൽപരമായിട്ട് ഏത് തൊഴിലാണെങ്കിലും ശരി, തൊഴിലിൽ കഷ്ടനഷ്ടങ്ങളും നിന്നു പോവുകയോ നിർത്തിവെക്കുകയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ അല്ലെ അതിൽ നിന്ന് ഇൻകം വളരെയധികം കുറയുകയും അതിൽ കൂടെ ചെലവുകൾ കൂടിക്കൂടി വരികയോ ചെയ്യും. എന്നാൽ ജാതക നിലയിൽ ശശമഹായോഗം എന്ന യോഗവും അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന യോഗവും ലക്ഷ്മി യോഗവും കൂടി ഒത്തിണങ്ങി കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾക്ക് 50% മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. പോയിട്ട് 50 അത് ദോഷഫലം ഏൽക്കുന്നതല്ല. ആ 50% അഖണ്ഡ സാമ്രാജ്യ യോഗവും ശശമഹായോഗം, അതായത് ശനി എന്ന ഗ്രഹം ജാതക നിലയിൽ ലഗ്നം 4, 7, 10 ഭാവങ്ങളിൽ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം പ്രാപിച്ച് നിൽക്കുന്ന ജാതകസ്ഥർക്ക് അത് ശശമഹായോഗം എന്ന പഞ്ചമഹായോഗത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു യോഗമാണ്. അതുപോലെ അഖണ്ഡ സാമ്രാജ്യ യോഗം 3-4 തരത്തിലുണ്ട്. മഹാലക്ഷ്മി യോഗവും ലഗ്നാധിപൻ ഉച്ചസ്ഥാനത്ത് കേന്ദ്രസ്ഥനായി നിന്നാൽ ലക്ഷ്മി യോഗം മുതലായതുണ്ട്. ഈ മഹായോഗങ്ങളും അതുപോലെ തന്നെ പൗർണമി മുതൽ 8 ദിവസത്തിനുള്ളിലുള്ള ജനനവുമാണെങ്കിൽ ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ജോലിക്കാർക്ക്, സേവന വേതനങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ കണ്ടകശനി, അഷ്ടമശനി ദോഷകാഠിന്യം നന്നേ കുറയും. വെച്ച് നീട്ടും ഭാഗ്യം പോലും തട്ടി മാറ്റപ്പെടും. വെച്ച് നീട്ടി വരുന്ന ഭാഗ്യാനുഭവങ്ങൾ പോലും തട്ടി മാറ്റപ്പെടുകയോ വിജിലൻസ് റെയ്ഡ് മുതലായതൊക്കെ പിടികൂടാവുന്നതും ആരോപണ വിധേയമാവുന്നതും കളങ്കിതനാവാനും ഒക്കെ ഉള്ള സാധ്യതയും, അതുപോലെ പൊതുപ്രവർത്തകർക്ക് ഈ സമയത്ത് കൂടെ നിൽക്കുന്നവരാൽ അബദ്ധം, അമളി, ചതി, വഞ്ചന, ദുഷ്കീർത്തി മുതലായതൊക്കെ വരാനുള്ള സാധ്യതയും, എന്നിരുന്നാൽ തന്നെയും താങ്ങും തണലുമായിട്ട് വ്യാഴഗ്രഹം അനുകൂലമായി നിൽക്കുന്നതിനാൽ വരുന്ന സെപ്റ്റംബർ വരെ അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും വരുന്ന സെപ്റ്റംബർ മാസം പകുതി കഴിഞ്ഞാൽ ഈ ദോഷഫലങ്ങളുടെ ശക്തി കൂടുന്നതാണ്. സജീവനും ബിസിനസ് നഷ്ടത്തിലാണ്. 10 വർഷമായിട്ട് ഇതുവരെയും ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ ബുദ്ധിമുട്ടുകൾ മാറുവാനായി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, പണം കൂടുതൽ മുടക്കാതെ ഉള്ള പണം കൊണ്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കൽ നൊയമ്പ്, അതുപോലെ തന്നെ ശിവശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായത് നടത്തുക. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഒരൽപ്പം വിശന്നിരിക്കുകയാണെങ്കിൽ ആ ദുഃഖകാഠിന്യം കുറയും എന്നാണ് പഴയ ആചാര്യന്മാർ പറയുന്നത്. ആ വിശന്നിരിക്കുന്ന ഒരു രീതിക്ക് നൊയമ്പ്
ഉൾപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ആധ്യാത്മിക പരിവേഷവും കൂടെ കൊടുക്കുന്നു. നാം കഴിക്കേണ്ട ആഹാരവും കൂടെ ദാനം ചെയ്യാനാണ് പറയുന്നത്. ഒരു നേരമെങ്കിലും അങ്ങനെ ശനിയാഴ്ച ഒരിക്കലെടുക്കുക. നീലാഞ്ജന സമാരാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രങ്ങളെ കൊണ്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദികളാൽ ശനിപത്മത്തിൽ ശനിദേവനെ ആവാഹിച്ച് വിശിഷ്യ പേര് നക്ഷത്രവും ചേർത്ത് കച്ചവടവുമെല്ലാം സങ്കല്പിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ഈ പറഞ്ഞ ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുകയും ദാനധർമാനുഷ്ഠാനങ്ങളും ചെയ്ത് നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായവയൊക്കെ കത്തിച്ച് സായുജ്യപ്പെടുത്തിയാൽ കാഠിന്യം സജീവൻ്റെ കുറയും. ഏറെക്കുറെ വലിയ താമസമില്ലാതെ തന്നെ ഈ നഷ്ടങ്ങൾ 10 വർഷമായിട്ടുണ്ടായിരുന്നത് നികത്താൻ സാധിക്കും. കൂടിയ ലാഭങ്ങളൊന്നും അടുത്ത 2 കൊല്ലത്തേക്ക് ഈ രാശിക്കാർ പ്രതീക്ഷിക്കേണ്ട. കാരണം ലാഭമുണ്ടായാലും അത് പലതരത്തിൽ വേസ്റ്റാവും, കൈ നിൽക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് സന്തുലിതാവസ്ഥ നേരെ നിർത്തുന്നതിന്, സാമ്പത്തിക സന്തുലിതാവസ്ഥ നേരെ നിർത്തുന്നതിന് വേണ്ടി ഈ ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.